എന്നറിയോ? എന്തിനാ? മർക്കസിലുള്ളത് തെളിയിക്കാൻ പറ്റൂല, മർക്കസിലുള്ളത് തെളിയിക്കാൻ കഴിയൂല. ബാക്കിയുള്ള എല്ലാ മുടികളെ സംബന്ധിച്ചുകൊണ്ട് ചർച്ച ചെയ്താലേ എന്ന് പറഞ്ഞ് ലോകത്തുള്ള പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുശേഷിപ്പുകൾ മുഴുവനും സാക്ഷാൽ വഹാബികൾ ഉന്നയിക്കുന്ന വാദഗതികളിലേക്ക് ശ്രദ്ധ തിരിച്ചുവിടുകയാ. എല്ലാറ്റിനും അസലില്ല, അടിസ്ഥാനമില്ല, സനദില്ല, സ്ഥിരീകരിക്കാൻ കഴിയില്ല എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ചർച്ചകളിലേക്ക് കൊണ്ടുപോയിട്ട് ഇവരുടെ കയ്യിലുള്ള യാതൊരു അടിസ്ഥാനവും സ്ഥിരീകരിക്കാൻ കഴിയാത്തതായ മുടി കൊണ്ടുവന്നു അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതായി ലോകത്തറിയപ്പെട്ട എല്ലാ മുടിയും ഞങ്ങളെ കയ്യിലുള്ള ശരിയല്ലേ, എന്നാ പിന്നെ ലോകത്തുള്ളതൊന്നും ശരിയല്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നടക്കുകയാണ്. അതിൽ നിന്റെ ഭാഗമായിക്കൊണ്ട് അവർ വായിക്കുന്ന വാദം അതൊന്ന് കേൾക്കൂ. വാദം ഇവിടെ നിങ്ങൾ രേഖപ്പെടുത്തുന്നു. വിഷയം നേരത്തെ ഇവിടുത്തെ രണ്ട് പ്രതിനിധികൾ എഴുതി തയ്യാറാക്കി. ഷഹർ മുബാറക് എന്ന് SSF പ്രവർത്തകർ പറയുന്നതും വിവാദമുടി എന്ന് SKSS പ്രവർത്തകർ പറയുകയും ചെയ്യുന്ന തർക്കത്തിലുള്ള മുടികളെ കുറിച്ച് സംവാദം നടത്താനാണ് ഇവിടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് വിഷയം. ഈ വിഷയത്തിൽ ഞങ്ങളുടെ വാദം ഇവിടെ രേഖപ്പെടുത്തുന്നു. സംശുദ്ധമായ കൈമാറ്റ പരമ്പര സനത് കണ്ട് ബോധ്യപ്പെട്ട് ചേളാരി സമസ്തക്കാർ അംഗീകരിച്ച ഒരു തിരുമുടിയും ഇന്ന് ലോകത്തില്ല. അതാണ് ഞങ്ങളുടെ ഈ വിഷയത്തിലുള്ള ആദ്യത്തെ വാദം. സംശുദ്ധമായ കൈമാറ്റ പരമ്പരയിലൂടെയുള്ള ഒരൊറ്റ ഒന്നും ലോകത്തില്ല എന്ന് വരുത്തി തീർക്കുകയാണ്. എന്തിന്? ഇവരുടെ കയ്യിലുള്ള വ്യാജമുടി ശരിയാണെന്ന് വരുത്തി തീർക്കുവാൻ. അതങ്ങനെ വരുത്തി തീർക്കുവാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ശ്രദ്ധകളിലേക്ക് ജനങ്ങളെ കബളിപ്പിക്കുന്നത്. ജനങ്ങളെ അത്തരത്തിലുള്ള ശ്രദ്ധകളിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുടി പെണ്ണുങ്ങളെ മുടി പോലെ വളർന്നു തൂങ്ങിയിരുന്നു എന്ന് നിങ്ങൾ പറഞ്ഞു. ഫഖൻ നബിയീന ഫീ ഖൽഖിൻ വഫീ ഖുലുഖി വലം യുദാനുഹു ഫീ ഇൽമിൻ വലാ കറമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈരിൽ ഖൽഖി കുല്ലിഹിം. 6 വർഷം പോലും മുടിവെട്ടാത്ത പ്രാകൃതനാക്കി ഞങ്ങളെ നേതാവിനെ നിങ്ങൾ ചിത്രീകരിച്ചു. അവിടുത്തെ മുടി പിന്നിലേക്ക് നീണ്ട് സ്ത്രീകളെ മുടി പോലെയാകുമായിരുന്നു എന്ന് നിങ്ങൾ പറഞ്ഞു. അവിടുത്തെ ശറഫാക്കപ്പെട്ട മുടിക്ക് നെതലുണ്ടാകുമെന്ന് നിങ്ങൾ പറഞ്ഞു. അവിടുത്തെ ഭൂമിയിൽ സൂക്ഷിക്കപ്പെട്ട ആസാറുകൾക്കൊക്കെയും സനദില്ലാത്തവയാണെന്ന് നിങ്ങൾ പറഞ്ഞു. വളരെ സൂക്ഷിച്ചു കൊള്ളണം. ഇത് പരിധിയുടെ പുറത്താണ്, ഇത് വലിയ ഗൗരവമാണ്. എന്താ ചെയ്യാ? നിങ്ങളിപ്പോ എവിടെ എത്തി? ഞാൻ പറയലുണ്ട്, ഏപ്പിസം വികസിച്ചാൽ അത് വഹാബിസ് ആകുന്നു. ശരിയല്ലേ ഇപ്പൊ കുട്ടി പറഞ്ഞത്? നമ്മളെ ചീത്തറിനോട്ടെ, അത് പ്രശ്നമില്ല. പക്ഷേ ഈ ഉമ്മത്തിനെ സുന്നത്ത് ജമാഅത്തിന്റെ പേര് നിർത്തി ഈ കളി കളിക്കുന്നത് ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാക്കും. ഞാൻ ഈ പറയുന്നത് AP ഗ്രൂപ്പിലെ നിഷ്പക്ഷമതികളോടാണ്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരും അയാളുടെ മകന്റെയും ഹൈടെക് സ്വപ്നങ്ങൾക്ക് വേണ്ടി സമൂഹത്തെ വിഭജിക്കാൻ അനുവദിക്കരുതെന്ന് ആ കൂട്ടത്തിലെ നേതാക്കന്മാരോട് ഞാൻ പറയാം. ഇബ്രാഹിമുൽ ഖലീലുൽ ബുഖാരി തങ്ങള് ഇവിടെ ഒരു സ്വലാത്ത് ഹൽക്ക നടത്താറുണ്ട്. അതിൽ ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ഇടകലരാറുണ്ട്. അത് ഞാൻ മുമ്പേ പറയാറുണ്ട്. ഷാഫി മദ്ഹബിൽ മസലല്ല ഉണ്ടെങ്കിലും അവർ പറഞ്ഞോട്ടെ. അപ്പൊ നോക്കാം, ഷാഫി മദ്ഹബിൽ അങ്ങനെ മസലൊന്നുമില്ല. മളിന്നത്തുൽ ഫിത്തനുള്ള ഈ കാലഘട്ടത്തിൽ ആണുങ്ങളും പെണ്ണുങ്ങളും ഇങ്ങനെ ഇടകലർന്ന് സലാത്തിന് വരാനുള്ള വകുപ്പൊന്നും ഇവിടെ കിതാബ് കാണൂല. അത് പോട്ടെ, തങ്ങൾ പാപ്പാന്റെ വിഷയം പോട്ടെ. അത് കഴിഞ്ഞിട്ട് മൂപ്പര സലാത്തിൽ വരുന്ന ആൾക്കാരെക്കാൾ ഏറെ ആൾക്കാർ എവിടെ വരണം? മർക്കസിൽ വരണം. അതിനാ മുടി കൊണ്ടോന്ന് ഞങ്ങളോടുള്ള ദേഷ്യം കൊണ്ടൊന്നും അല്ല. നിങ്ങൾ മുടി കൊണ്ടുവന്നാലും ഞങ്ങൾ ഒരാളും വരൂല. നിങ്ങളെ മുടിമേ നമ്മൾ കുടുങ്ങോ? നിങ്ങളായാലും ബൽദ് എന്തൊക്കെ കൊണ്ടുവന്ന് എന്തൊക്കെ പറഞ്ഞു? നിങ്ങൾ എങ്ങനെ പറഞ്ഞാലും വരൂല. മുസ്ലിം ഉമ്മത്തിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പണ്ഡിതന്മാർ പറയുന്നതിന്റെ അപ്പുറത്ത് അതിന്റെ പ്രവർത്തകർ പോകൂല. പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ ചവറ്റുകൊട്ടയിലേക്ക് എന്ന് പറഞ്ഞാൽ അത് ചവറ്റുകൊട്ടയിലേക്ക് ഇട്ട് കഴിഞ്ഞു. ഇനി പ്രസംഗവും ആവശ്യമില്ല. കഴിഞ്ഞ പ്രസംഗത്തിൽ ഇവിടെ കാളമ്പാടി ഉസ്താദും പറഞ്ഞു ധനസമ്പാദനത്തിന്റെ മാർഗം ചവറ്റുകൊട്ടയിലേക്ക്. നിങ്ങൾ എന്ത് തെളിവ് പറഞ്ഞാലും ഈ ഉമ്മത്തിനറിയാം അത് സംഭവം എന്നതാണ്. അവരെ കുറിച്ച് സമൂഹത്തിന്റെ വിശ്വാസം അതാണ്. നേരത്തെ ഈ സമൂഹം പറഞ്ഞ വിശ്വാസമല്ല, ഒറിജിനൽ വിശ്വാസമാണ്. പക്ഷേ ഇത് കളിക്കുന്നത് അവിടേക്കാണ്. മനസ്സിലാണ്ടോ? നേരത്തെ CM വലിയുല്ലാഹി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഫയലിനെ അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. വെറുതെ അങ്ങോട്ട് പറയണേ, മരണപ്പെടലോടുകൂടി മഹാനായി, മരിച്ച പിറ്റേന്നുള്ള സ്വന്തം ആൾക്കാരുമായി.
നമ്മളെ ആൾക്കാർ സംശയിക്കൂലേ അല്ലേ? ഇതെന്താ പഠിച്ചോനെ, അയാളൊപ്പമുള്ള ഇയാള് അയാളൊപ്പമുള്ള ഇയാളെ പോലെയാണ് അയാൾ നോക്കൂലേ? ഒപ്പം നമ്മൾ കുടുങ്ങിപ്പോവും. ചിലപ്പോ ഇയാളാണ് സ്വപ്നം കണ്ടവരോ എന്നെ എനിക്ക് നാട്ടിൽ കൂടി ഇറക്കണ്ടേ, അയാൾക്ക് ഉൾപ്പില്ല, എന്തും പറയാം. നെല്ലിക്ക വെള്ളം തലയിപ്പാരന്റെ സോക്കടാണ്. ഇതൊന്നും പ്രസംഗമല്ല, മരുന്ന്. ഇങ്ങനെ ആൾക്കാർ എന്തൊക്കെ പറയും, ഇതിനൊക്കെ മാന്യന്മാര് മൈക്കെട്ടി വേദരല. നിങ്ങളാരെയും ലോകത്താരെയും വിശ്വസിക്കുമോ? അള്ളാഹു താലാക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഏപ്പിനോട് ചോദിച്ചോണെന്ന് പറഞ്ഞാല് ഇങ്ങനത്തെ പറയുന്ന ആൾക്കാരെ കാണണമെങ്കിൽ കാരന്തൂരിൽ നിന്ന് ഏകദേശം 10 കിലോമീറ്റർ ഓടി കോവൂർ ജംഗ്ഷൻ കഴിഞ്ഞിട്ട് വലത്തോട്ട് തിരിയണം. അവിടെ ഇയാൾക്ക് പറ്റിയ ആൾക്കാരുണ്ട്. ഏപ്പി എപ്പോഴെങ്കിലും കാറി കയറ്റി ഇയാൾ അവിടെ ഇറക്കിയിട്ടില്ലെങ്കിൽ സംഭവം കുളവും. ഇതിനെല്ലാം മരുന്ന് അത്രേ ഉള്ളൂ, നെല്ലിക്കാരിഷ്ടം കൊടുക്കുക. എന്താ ചെയ്യാ സഹോദരന്മാരെ? ഇതിന് നമ്മളൊരു കമന്റും പറയുന്നില്ല. ഇതുവരെ മർക്കസ് സക്കാഫത്തിൽ പഠിച്ച് സക്കാഫി ബിരുദം എടുത്ത് ഇപ്പൊ പുറത്ത് വന്ന് ഇപ്പോ ഈ മുടി പ്രശ്നത്തിൽ ഉസ്താദിൻ്റെത് തനി തട്ടിപ്പാന്ന് ബോധ്യപ്പെട്ട് അതിൽ നിന്ന് പോന്ന ഇസ്മായിൽ സക്കാഫി ഒരു വിലയിരുത്താം. നമ്മൾ അതിലൊരു കമന്റും പറയുന്നില്ല, അല്ലേ? പക്ഷേ ഈ വിഷയത്തിൽ നമ്മൾക്ക് മുജാഹിദുകൾക്ക് മുടിയുടെ വിഷയത്തിൽ എന്ത് കാഴ്ചപ്പാടാണ് എന്നുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ടല്ലോ. ഒരു കാര്യം ഉറപ്പാണ്, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തെ ജീവിത കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരു പ്രാവശ്യമെങ്കിൽ പോലും ഇതാ എന്റെ മുടിയാണിത്, ഇത് കൊണ്ടുപോയി ഇന്നതു ചെയ്താൽ നിങ്ങൾക്ക് ബറക്കത്ത് കിട്ടും, നിങ്ങളുടെ ദുന്യവും ഉഖ്റവിയുമായ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുമെന്ന് പറഞ്ഞ് റസൂലുള്ളാഹി ഒരു മുടി കൊടുത്ത സംഭവം ലോകത്ത് ഒരൊറ്റ ഹദീസിന്റെ ഗ്രന്ഥത്തിലുമില്ല. വളരെ ആധികാരികമായിട്ടാണ് നമ്മൾ ഈ പറയുന്നത്. ഇതാ എന്റെ മുടി, ഇത് കൊണ്ടുപോയി നിങ്ങൾ വെള്ളത്തിലിട്ട് കുടിച്ചാൽ നിങ്ങളുടെ ദുന്യാവിന്റെ പ്രശ്നം, ആഖിറത്തിന്റെ പ്രശ്നം അതോടെ തീരുമെന്ന് റസൂലുള്ളാഹി പറഞ്ഞ ഒരൊറ്റ സംഭവമില്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ തലയിൽ മുടി ഉണ്ടായപ്പോൾ തന്നെ റസൂലുള്ളാഹിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. റസൂലുള്ളാഹി ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ തന്നെ പ്രയാസങ്ങൾ ഉണ്ടായിരുന്ന സഹാബത്തുണ്ടായിട്ടുണ്ട്. അവിടെയൊന്നും റസൂലുള്ളാഹി ഇതിന് പരിഹാരമായിട്ട് മുടി പറിച്ചു കൊടുത്തിട്ടില്ല. മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ. അള്ളാഹുവിന്റെ റസൂലിന്റെ 2 പുത്രിമാരെ കെട്ടാൻ ഭാഗ്യം സിദ്ധിച്ച മഹാൻ ആദ്യം ഒരു പുത്രിയെ കെട്ടി, അവർ വഫാത്തായതിനു ശേഷം മറ്റൊരു പുത്രിയെ കെട്ടി. ആ പുത്രി രോഗിണിയായി കിടക്കുകയാണ് എന്ന് ബദർ യുദ്ധത്തിന്റെ ഘട്ടത്തിൽ 13 കൊല്ലത്തോളം ഇസ്ലാമിന്റെ ആദർശം പറഞ്ഞ കാരണത്താൽ മാരകമായ അതിഭയാനകമായ ഭീഷണിക്കും മർദ്ദനത്തിനും കൊലപാതകത്തിനും വിധേയരായ സഹാബത്ത് നിലനിൽപ്പിനെ ചോദ്യം ചെയ്തപ്പോൾ 13 കൊല്ലത്തിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചടിക്കാൻ സമ്മതം കൊടുക്കുകയുണ്ടായി. അങ്ങനെയാണല്ലോ ബദർ യുദ്ധമുണ്ടായത്. ബദർ യുദ്ധത്തിൽ ഒരു പക്ഷത്ത് ശത്രുസേന ആരാണ്? എല്ലാം തികഞ്ഞ എല്ലാവിധ സന്നാഹങ്ങളും കൂടിയ ആ രാജ്യത്തെ ഏറ്റവും വലിയ പ്രമുഖന്മാർ 1000 ആൾക്കാര്. മറുപക്ഷത്ത് റസൂലുള്ളാഹിന്റെ കൂടെ എല്ലുന്തിയ, വയറൊട്ടിയ, ദാരിദ്ര്യം വിട്ടുമാറാത്ത, ദൈന്യത മുറ്റിയ മുഖമുള്ള ആയുധം പോലും എല്ലാവരുടെ കയ്യിലുമില്ല. അങ്ങനത്തെ സഹാബത്ത്, അവിടെ ഒരാളെ കിട്ടുക എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിക്കും സഹാബത്തിനും എത്രമാത്രം സന്തോഷമായിരിക്കും. എന്നിട്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി പറഞ്ഞു, നീ യുദ്ധത്തിന് വരേണ്ടതില്ല. എന്താ പിന്നെ പറഞ്ഞത്? നിന്റെ ഭാര്യയെ ശുശ്രൂഷിച്ചുകൊണ്ട് വീട്ടിലിരിക്കുക, രോഗിണിയായ ഭാര്യയെ ശുശ്രൂഷിച്ച് വീട്ടിലിരിക്കാൻ പറഞ്ഞു അല്ലാഹുവിന്റെ റസൂല്. ആരാ ഭാര്യ? അവിടത്തെ റസൂലുള്ളാഹിന്റെ പൊന്നോമന പുത്രി. എന്തുകൊണ്ട് റസൂലുള്ളാഹിന്റെ തലയിൽ അത്രമാത്രം മുടി ഉണ്ടായിട്ട് ഒരു മുടി പറിച്ചു കൊടുത്തുകൊണ്ട് ഉസ്മാനെ ഇതിട്ട് വെള്ളം കാച്ചി കൊടുത്തോ, മോൾക്ക് സുഖമാകും, നീ ഇങ്ങോട്ട് യുദ്ധത്തിന് പോര് എന്ന് പറഞ്ഞോ? ഇല്ലേ, ഇല്ല. ഉണ്ടോ അങ്ങനത്തെ ഒരു